ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ ഇനിയെന്ത്? രാജ്യം ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. തുടർച്ചയായി സമൻസുകൾ അവഗണിച്ച കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന ഇഡിയുടെ വാദം അംഗീകരിച്ചാണ് ഡൽഹി റോസ് ഹൌസ് കോടതി മുഖ്യമന്ത്രിയെ റിമാൻഡ് ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്നായിരുന്നു കോടതി നടപടിക്കു ശേഷം കെജ്രിവാൾ വ്യക്തമാക്കിയത്. അറസ്റ്റിലായ ഉടനെ തന്നെ ജയിലിൽ പോയാലും കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ആം ആദ്മി നേതാക്കളും ആവർത്തിക്കുന്നു. ഒരു ജനാധിപത്യ സർക്കാരിലെ നിർണായക പദവി വഹിക്കാൻ ഭരണഘടനാപരമായ ധാർമ്മികതയും മികച്ച ഭരണനിർവഹണവും ഭരണഘടനാപരമായ വിശ്വസ്തതയും ആവശ്യമാണെന്ന് പലതവണ കോടതികളും സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ കെജ്രിവാളിന് മുന്നിൽ ഇനിയുള്ള വഴികൾ എന്താണ്? തമിഴ്നാട് വൈദ്യുതി മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജിക്ക് കള്ളപ്പണ നിരോധന നിയമപ്രകാരം എടുത്ത ഇഡി കേസിൽ ജയിലിൽ പോകേണ്ടി വന്നപ്പോഴാണ് ഈ വിഷയം അവസാനമായി സജീവ ചർച്ചയായത്. വിഷയം പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി പ്രധാനമായും പരിശോധിച്ചത് അഴിമതി കേസിൽ അന്വേഷണ വിധേയമായി കസ്റ്റഡിയിൽ തുടരുന്ന ഒരേ സമയം മന്ത്രിയുടെ പദവി തുടരാനാകുമോ എന്നതായിരുന്നു. ജയിലിൽ കഴിയുമ്പോഴും സെന്തിൽ ബാലാജി മന്ത്രിയായി തന്നെ തുടർന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ നടന്ന വാദം 2014 മനോജ് നെരുല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച മറ്റൊരു വിധിയിലേക്കാണ് നീണ്ടത്. ഒരു സർക്കാരിന്റെ ഭാഗമായ സുപ്രധാന പദവിയിൽ തുടരണമെങ്കിൽ ഒരാൾക്ക് 3 കാര്യങ്ങൾ വേണമെന്നാണ് ഈ കേസിൽ വിധിയിൽ പറഞ്ഞിരുന്നത്. ഭരണഘടനാപരമായ ധാർമ്മികത, മികച്ച ഭരണനിർവഹണം, ഭരണഘടനാപരമായ വിശ്വസ്തത എന്നിവയായിരുന്നു ഇവ. സെന്തിൽ ബാലാജി വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട ചർച്ച തടവിൽ കഴിയുമ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിൽ നേരിടാൻ സാധ്യതയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ്. ജയിലിൽ കഴിയുന്ന മന്ത്രിക്ക് വകുപ്പ് സെക്രട്ടേറിയറ്റ് ഫയലുകൾ ആവശ്യപ്പെടാൻ സാധിക്കില്ല. ഇനി ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ ജയിലിൽ അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷമല്ലാതെ ഈ ഫയലുകൾ മന്ത്രിയുടെ കൈകളിൽ എത്തില്ല. സെന്തിൽ ബാലാജി മന്ത്രിസ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ഫയലുകൾ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ജയിലിനകത്തേക്ക് പ്രവേശിപ്പിക്കാവൂ എന്ന കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ചുമതലകളൊന്നും വഹിക്കാത്ത മന്ത്രിമാർക്ക് സംസ്ഥാന ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ്. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കപ്പെടുന്നതുവരെ ഒരു ജനപ്രതിനിധി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ധാർമ്മികമായി അത് ശരിയാണോ എന്നാണ് പരിശോധിക്കേണ്ടതെന്നാണ് മദ്രാസ് ഹൈക്കോടതി പറയുന്നത്. അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ ധാർമ്മികതയുള്ളവരാണെന്നാണ് പൊതുവിൽ ജനം കരുതുന്നു എന്നും ജനങ്ങളുടെ വിശ്വസ്തത നിലനിർത്താൻ സാധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുമാണ് ഹൈക്കോടതി സെന്തിൽ ബാലാജി കേസിൽ പറഞ്ഞിരുന്നത്. സെന്തിൽ ബാലാജി കേസ് പരിശോധിക്കുമ്പോൾ സാങ്കേതികമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ കെജ്രിവാളിന് പ്രശ്നമുണ്ടാകില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദൈനംദിന ജോലികളിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നതാണ് ചോദ്യം. 2019 അവതരിപ്പിച്ച ഡൽഹി മദ്യനയ കേസിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിലായത്. 2023 ഫെബ്രുവരി 26 മന്ത്രിസഭയിലെ രണ്ടാമനായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ശേഷം അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതിനായി 9 തവണ സമൻസ് അയച്ചെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഒടുവിൽ മാർച്ച് 21 രാത്രി ഔദ്യോഗിക വസതിയിലെത്തി ഇഡി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശേഷം തന്നെ അറസ്റ്റ് ചെയ്തതിനെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഹർജി പിൻവലിക്കുകയായിരുന്നു.